കൂട്ടുകാരെ, ഞാൻ ഷിബി മോസസാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഊഞ്ഞാലാടുന്ന ഒരു വീഡിയോ ആണ്. അതാരാ ഊഞ്ഞാലാടുന്നത് നമുക്ക് കാണാവേ. കണ്ടോ, ഊഞ്ഞാലാടാൻ വേണ്ടി മേലിലോട്ട് പറന്നു പോകുന്നത് കണ്ടോ? പക്ഷികളാണ്, അതായത് കരിയിലക്കിളികളെന്ന് പറയുവേ. കരിയിലക്കിളികൾ, അതിൻ്റെ ഇംഗ്ലീഷ് പേര് ജംഗിൾ ബാബ്ലർ എന്നാണ്. ഈ പക്ഷികൾക്ക് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. അതിലൊരു 6-7 പക്ഷികൾ കാണും. പിന്നെ അത് ഒരു പെയർ മാത്രമേ കൂട് കെട്ടുകയുള്ളൂ. കൂട് കെട്ടുന്ന സമയത്ത് അതിൽ 1-2 കുഞ്ഞുങ്ങൾ കാണും. ആ കുഞ്ഞുങ്ങളെ എല്ലാവരും ചേർന്നാണ് അതിനെ വളർത്തുന്നത്. അതായത് തീറ്റ കൊടുക്കുന്നതും അതിനെ കെയർ ചെയ്യുന്നതും എല്ലാം ആ കൂട്ടത്തിലുള്ള പക്ഷികളെല്ലാവരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എപ്പം നമ്മൾ കണ്ടാലും ഒരു കൂട്ടമായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളെ ഇവരെ മിക്കവാറും ഒക്കെ. ഇന്ന് ആ മുറ്റത്ത് എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം കൂടെ കൊത്തി തിന്നുകൊണ്ടിരിക്കുവാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അത് മൂടി വെച്ചിരിക്കുന്നതാണ് ആ പ്ലാസ്റ്റിക് കാണുന്നത് കേട്ടോ. ആരും ഒന്നും തോന്നല്ലേ, അത് വീടിൻ്റെ പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതാ പക്ഷികൾ താഴെ ഇരുന്ന് എന്തൊക്കെയോ തിന്നുന്നുണ്ട് കേട്ടോ. എന്താ തിന്നുന്നതെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ അരികളോ അല്ലെ ചെടിയുടെ അരിയൊക്കെ ആയിരിക്കും. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു വള്ളികളാണ്. ഞാനിതൊന്നും വെട്ടിക്കളയത്തില്ല. അതിൻ്റെ അടിവശം മാത്രം മുറിച്ച് വിടും, അത്രയേ ഉള്ളൂ. അതേ പക്ഷികൾക്ക് മിക്കവാറും എല്ലാ പക്ഷികളും അതേ വന്ന് ഇങ്ങനെ ഊഞ്ഞാലാടും. നല്ല രസമാണ് കാണാനായിട്ട്. താഴെ ഇരിക്കുന്ന പക്ഷികളെ കണ്ടോ? അതിൻ്റെ കൂടെ റാക്കറ്റേൽഡ് ഡ്രോങ്കോ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ ഒച്ചയാണ് നിങ്ങൾ ഇതിനകത്ത് കേൾക്കുന്നത്. കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത സമയത്ത് അതിൻ്റെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഊഞ്ഞാലാടുന്ന കണ്ടോ പക്ഷി? കരിയിലക്കിളികൾ എന്ന് പറയും അത്. കുറച്ച് നേരം എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി തിന്നും. അത് കഴിഞ്ഞിട്ട് പോയി ആ വള്ളിയെ കയറിയിരുന്ന് ആടും. ആദ്യം എല്ലാം കൂടെ ഒന്നിച്ച് വന്നിരുന്നായിരുന്നു കേട്ടോ. അന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അന്നേരം കണ്ടോ, ഇത് കണ്ടോ, നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കുളി തുടങ്ങും. ഭക്ഷണം കഴിഞ്ഞു, ഊഞ്ഞാലാട്ടം കഴിഞ്ഞു, ഇനി കുളിക്കാൻ പോവുക എല്ലാവരും കൂടെ. അതിൻ്റെ ഇടയ്ക്ക് റാക്കറ്റേൽ ഡ്രോങ്കോ അവിടെ ഈ വള്ളിയേൽ ഊഞ്ഞാലാടുന്നുണ്ട്. അതിനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ പറക്കുന്നതാണ് റാക്കറ്റേൽ ഡ്രോങ്കോ എന്ന് പറയുന്നത്. ഇനി കാണിക്കാം. ഇത് ഇച്ചിരി ദൂരെയായുണ്ട് കാണാൻ വരെ. കുറച്ചുകൂടെ നന്നായിട്ട് കാണാവുന്ന രീതിയിലത് വന്നിരിക്കും. ഈ വള്ളികളൊക്കെ ഞാൻ വളർത്തിയതൊന്നുമല്ല കേട്ടോ, തന്നെ വളർന്നു വന്നതാണ്. എന്ത് വള്ളിയാണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടോ, ഒരു പുളിമരാണത്. അതേ നിന്നൊക്കെ എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി തിന്നുന്നുണ്ട്. വല്ലോ പുഴുക്കളൊക്കെ ആയിരിക്കാം. കണ്ടോ, ഇതാണ് റാക്കറ്റേൽ ഡ്രോങ്കോ എന്ന് പറഞ്ഞത്. കാടുമുഴക്കി എന്നതിൻ്റെ പേര്. ഇതിൻ്റെ ശബ്ദം ആ പ്രദേശം മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റാക്കറ്റേൽ ഡ്രോങ്കോ എന്ന് പറയുന്നത്. അത് കാടുമുഴക്കി എന്ന് പറയുന്നു. അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് കമ്പിവാല് പോലെ 2 തൂവലുണ്ട്. ഒരു കമ്പി പോലെ വന്നിട്ട് അതിൻ്റെ അറ്റത്ത് തൂവല. ഇതൊരു 3-4 ഉണ്ട് ഇവിടെ. ഇപ്പോൾ 2 അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്. എല്ലാത്തിനെയും കൂടെ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എടുക്കാൻ. അത് കുറച്ച് ദൂരെയാണ്, നമുക്ക് കാണാൻ ഇച്ചിരി പാടാണ്. ഇതുണ്ടല്ലേ 2 എല്ലാം കൂടെ ഭയങ്കര ബഹളമാണ്. നമുക്ക് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് അപ്പുറത്തൊരു കറുപ്പിങ്ങനെ കാണാം, പക്ഷേ അതൊന്നും ശരിക്കും കാണാനില്ല. ഇച്ചിരി പോയി താഴെ ഞാൻ എടുക്കാൻ. കണ്ടോ, ആയിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ, ആ കറുപ്പ് കാണുന്നത്. ഇതെല്ലാം വള്ളിയെ തൂങ്ങിയിരിക്കുക. 2 ഉണ്ട് അവിടെ. അതും വള്ളിയല്ല ഇരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം കരിയിലക്കിളികൾ കുളിക്കാൻ വരും. അതും നല്ല രസമാണ് കാണാനായിട്ട്.
കണ്ടോ, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കുളിക്കുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കുളി കഴിയുമ്പോഴത്തേന് അത് തീരും, വെള്ളം തീരും. ഓക്കെ, ബൈ.